പയ്യന്നൂർ നഗരസഭയെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്ന ബജറ്റെന്ന് UDF കൗൺസിലർമാർ. ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. നഗരസഭയെ വികസന മുരടിപ്പിലേക്ക് നയിക്കുന്ന ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചതെന്ന് UDF കൗൺസിലർമാർ അഭിപ്രായപ്പെട്ടു. നഗരസഭ സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ദിവസമായിട്ട് പോലും നഗരത്തിലെ എല്ലാ മാലിന്യങ്ങളും ഒഴുകിയെത്തുന്ന നാരങ്ങത്തോട് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ₹1 പോലും നീക്കിവെച്ചിട്ടില്ലെന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. പയ്യന്നൂരിൻ്റെ ദീർഘകാലത്തെ സ്വപ്നമായ ടൗൺ ഹാൾ, കായിക പ്രതിഭകളുടെ ചിരകാല സ്വപ്നമായ പയ്യന്നൂർ നഗരസഭാ സ്റ്റേഡിയം എന്നിവയെക്കുറിച്ചോ 44 കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് പദ്ധതിയോ കുറിച്ചോ ബജറ്റിൽ ഒരു പരാമർശവും ഇല്ലെന്നും UDF കൗൺസിലർമാർ പ്രതികരിച്ചു. പയ്യന്നൂർ നഗരസഭയിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ബജറ്റ് എന്ന് പറയുന്നത് ഈ പയ്യന്നൂരിൽ പതിറ്റാണ്ടുകളായി തുടർന്ന് വരുന്ന വികസന മുരടിപ്പിന് ആക്കം കൂട്ടാൻ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു കാര്യമാണ്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു എന്നുള്ളപ്പോൾ അതൊരു ആശ്വാസകരമായൊരു കാര്യമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും കേവലം 75 ലക്ഷം രൂപ മാത്രമാണ് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. 5 കോടി രൂപ എസ്റ്റിമേറ്റുള്ളൊരു പദ്ധതിക്ക് 75 ലക്ഷം രൂപ നീക്കിവെക്കുമ്പോൾ ആ പദ്ധതി പൂർത്തീകരിക്കാൻ ഇനിയും എത്ര വർഷം എടുക്കുമെന്നതിനെക്കുറിച്ച് നമുക്കെല്ലാം ഊഹിക്കാവുന്നതേ ഉള്ളൂ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്ഘാടനം എന്ന ചടങ്ങോടുകൂടി ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായിരുന്നു നമ്മുടെ ആധുനിക സ്റ്റേഡിയം സംബന്ധിച്ചൊരു പരാമർശം പോലും നഗരസഭയുടെ 25-26 വർഷത്തെ ബജറ്റിലില്ല എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം അവരുടെ ശ്രദ്ധയിൽ പോലും ഇല്ലാതെ പോയത് എന്ന് ഓർക്കുമ്പോൾ പയ്യന്നൂർ നഗരസഭ എത്ര ലാഘവബുദ്ധിയോടുകൂടിയാണ് ഇത്തരം പദ്ധതികളെ നോക്കിക്കാണുന്നത് എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണത്. മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം നമ്മുടെ പയ്യന്നൂർ നഗരത്തിലെ മാലിന്യങ്ങളുടെ അല്ലെങ്കിൽ മാലിന്യ പ്രശ്നത്തിൻ്റെ പരിഹാരമെന്ന നിലയിൽ നാരങ്ങാത്തോടിൻ്റെ വിഷയം, നാരങ്ങാത്തോടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാരങ്ങാത്തോടിൽ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങുന്നതിന് വേണ്ടി 7 സെൻറ്റ് സ്ഥലം വാങ്ങിക്കുകയും ആ സ്ഥലം നഗരസഭയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തെടുക്കുകയും ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ₹1 പോലും അതിനു വേണ്ടി ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 25-26 ബജറ്റിലും അതിനെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല എന്നുള്ളത് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ വിഷയങ്ങളിലുള്ള നഗരസഭയുടെ ശ്രദ്ധ എത്രമാത്രം ഗൗരവമില്ലാത്തതാണ് അല്ലെങ്കിൽ കാര്യക്ഷമമല്ല എന്നൊരു ഉദാഹരണമായി നിൽക്കുകയാണ്. അതുപോലെ നമ്മുടെ ടൗൺ ഹാള് ഇന്നിപ്പോൾ 5 കോടി രൂപ ഓഫീസിന് വേണ്ടി പയ്യന്നൂരിൻ്റെ നഗരസഭാ ഓഫീസ് സമുച്ചയത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളൊരു നിർദ്ദേശം കണ്ടു. പക്ഷേ ഇതിനു മുമ്പ് പയ്യന്നൂരിലെ ആനന്ദതീർത്ഥ കൺവെൻഷൻ സെൻറ്ററിന് വേണ്ടി 10 കോടി രൂപ നീക്കിവെച്ചിട്ട് 2-3 വർഷങ്ങൾ പിന്നിടുകയാണ്. അതുപോലെ ടൗൺ ഹാളിനെ സംബന്ധിച്ച ഒരു വാക്ക് പോലും ഒരു പരാമർശം പോലും ഈ ബജറ്റിലുമില്ല. പിന്നീടുള്ളത് നമ്മുടെ നഗരസഭയിലെ 42ഓളം ഗുണഭോക്താക്കൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന നമ്മുടെ ലൈഫ് മിഷൻ, അതായത് ലൈഫ് മിഷൻ്റെ കോറത്ത് ആരംഭിച്ചിരിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റുകളുടെ പൂർത്തീകരണം സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. അതിനുവേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു പോവുകയാണ് ലൈഫ് അതുപോലെ PMAY പദ്ധതികൾ പൂർത്തീകരിക്കുന്നത്. പക്ഷേ ഈ 42 ഫ്ലാറ്റുകൾ കുറേ വർഷങ്ങളായി പണി മുടങ്ങിക്കിടക്കുകയാണ്. അതിനെ പുനരാരംഭിക്കുവാനുള്ള ഒരു നിർദ്ദേശവും നഗരസഭയുടെ ബജറ്റിലില്ല. അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മൾട്ടിപ്ലക്സ് തിയേറ്റർ വലിയൊരു അഭിമാന പദ്ധതിയായി നമ്മുടെ മുന്നിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച കേരള ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആധുനിക മൾട്ടിപ്ലക്സ് സിനിമ തിയേറ്റർ കോംപ്ലക്സ്, അതിനെ സംബന്ധിച്ച് പരാമർശമില്ല. ഇപ്പോൾ ആ പണി മുടങ്ങിക്കിടക്കുകയാണ്. അത് നമ്മുടെ നഗരത്തിൽ ഒരു നോക്കുകുത്തിയായി നഗരത്തിൻ്റെ ഒരു വൈകൃതമായി നിലനിൽക്കുകയാണ്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ചപ്പാരപ്പടവ് കുടിവെള്ളം, ഇതിപ്പോൾ കുടിവെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ചപ്പാരപ്പടവ് കുടിവെള്ളം പദ്ധതി അവലംബിച്ചപ്പോൾ നമ്മൾ വിഭാവനം ചെയ്ത രീതിയിലേക്ക് ഇന്നും അത് എത്തിയിട്ടില്ല.
ജൈവഗ്രാമം പദ്ധതിക്ക് 20 ലക്ഷം രൂപയോ 25 ലക്ഷം രൂപ അങ്ങനെയാണ് അവർ നീക്കി വെച്ചിട്ടാണത്. ജൈവഗ്രാമം പദ്ധതിക്ക് കാലങ്ങളായി ഘട്ടം ഘട്ടങ്ങളായി 1 കോടിയിൽ പരം രൂപ ചിലവഴിച്ചിട്ടും ഒരു ഗുണഭോക്താവിന് പോലും എന്തെങ്കിലും 1 രൂപയുടെ ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ സഹായമോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ വ്യവസായ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇത്രയും 2009 യശശരീരനായ XMP ടി ഗോവിന്ദൻ അവർ ഉദ്ഘാടനം ചെയ്ത ആ കോറം വ്യവസായ പാർക്ക്, അവിടത്തേക്കുള്ള റോഡ് പോലും ഇത്രയും വർഷങ്ങളായി 16 വർഷങ്ങളായി ടാറിങ് പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ വ്യാവസായികമായിട്ടുള്ള മേഖലകളിലേക്കൊക്കെയുള്ള നഗരസഭയുടെ ഉദാസീനമായ മനോഭാവത്തിന് മറ്റൊരു ഉദാഹരണം ആവശ്യമില്ല. എല്ലാ അർത്ഥത്തിലും ഈ നഗരസഭയുടെ ബജറ്റ് നമ്മുടെ വികസന സ്വപ്നങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന രീതിയിലാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട്, വിയോജിപ്പുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പയ്യന്നൂർ നഗരസഭയ്ക്ക് അനുവദിച്ച കാര്യങ്ങൾ ഒരു പരാമർശത്തിൽ ഒതുക്കുകയും MLA ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ച പദ്ധതികൾ അക്കമിട്ട് പറയുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും കൗൺസിലർമാർ സൂചിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, നസീമ ടീച്ചർ, A രൂപേഷ്, മണിയറ ചന്ദ്രൻ, അത്തായി പത്മിനി, KK കുമാർ, ഹസീന കാട്ടൂർ, KK അശോക് കുമാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു. കൂടാതെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് അതിയ ജാനി ബഷ, വിവിധ വിഭാഗങ്ങളിൽ പ്രശസ്തരായ ഡോക്ടർ ഷെയ്ഖ് ജാനി ബഷ, ഡോക്ടർ പ്രസിൻ പ്രദീപ്, ഡോക്ടർ ശ്രുതി, ഡോക്ടർ കിരൺ വിനായക്, ഡോക്ടർ PK മുരളി, ഡോക്ടർ ഹരി രാജേന്ദ്രൻ, ഡോക്ടർ PT പത്മനാഭൻ, ഡോക്ടർ സുജേഷ് വിശ്വനാഥൻ, ഡോക്ടർ നിമിഷ നാരായണൻ, ഡോക്ടർ വൈദേഹി ഹരിദാസ്, ഡോക്ടർ ജെഫിൻ ജോർജ് തുടങ്ങിയ സ്ഥിരം ഡോക്ടറും ഒപ്പം ഡോക്ടർ ശിവാനന്ദ പൈ, ഡോക്ടർ ഗുരുരാജ റാവു, ഡോക്ടർ ശ്രീജിത്ത് പത്മനാഭൻ, ഡോക്ടർ ഹൈദർ, ഡോക്ടർ സൻമാൻ, ഡോക്ടർ യോഗേഷ് ടി കമ്മത്ത്, ഡോക്ടർ ലാലി DC തുടങ്ങിയ പ്രഗത്ഭരായ സന്ദർശക ഡോക്ടർമാരും കൂടാതെ പ്രശസ്ത ജനറൽ സർജൻ ഡോക്ടർ കൃഷ്ണദാസിന്റെ സേവനവും. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ.